Hello, sir. ഹലോ ഷോൺ, കേൾക്കാമോ? ഹലോ. Yes, sir, കേൾക്കാം. കേൾക്കാമോ? ഹലോ. Yes, sir, കേൾക്കാം. ആ, ഓക്കെ. എൻ്റെ സ്ക്രീൻ കാണാമോ? ആ, ഓക്കെ. അപ്പോൾ ആദ്യം ഇതിലെ പ്രൊജക്ഷൻ്റെ ബേസിക്സ് ഞാൻ പറയാം. ഓക്കെ. ഓക്കെ, സർ. സോ പ്രൊജക്ഷൻ എന്താന്ന് അറിയുമോ? പ്രൊജക്ഷൻ, വാട്ട് ഈസ് പ്രൊജക്ഷൻ എന്നുള്ളത്? മനസ്സിലായി. സാധനം ഒരു സ്ക്രീനിനകത്ത് അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻ. റിഫ്ലക്ഷനോ? ആ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ, നമ്മുടെ സ്പേസിനെ ഞാനിവിടെ വരയ്ക്കുന്ന കാണാമോ? ഇല്ല, കാണും. ഓക്കെ. സോ നമ്മുടെ സ്പേസിനെ ഇങ്ങനെ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വി ഡിവൈഡ് അവർ സ്പേസ് ഇൻറ്റു 4 റീജിയൻസ്. ദിസ് ഈസ് കോൾഡ് ക്വാഡ്രൻസ്. ഓക്കെ. അപ്പം ഇതിൽ ഉം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഉം, ദിസ് ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് XY ലൈൻ. ഉം, So if the object is and this is first quadrant, this is second, and below HP this is third quadrant, and this is fourth quadrant. Okay. അപ്പോൾ ഓക്കെ. if the object is in first quadrant, ഇപ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ആർ ഫോളോയിങ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, റൈറ്റ്? Yeah. Okay. So if the object is in first quadrant, then that is called a first angle projection. അപ്പോൾ ഉം, അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇതാണ് ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് ഫ്രണ്ട് വ്യൂ ഇൻ ഉം, വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ. ഉം, അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് കാണാം. ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിൻ എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ. ഉം, അപ്പൊ ഈ ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ്, ദിസ് ഈസ് ദ ഇമേജ്. ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഇമേജ് എന്ന് പറയുന്ന ഇതാണ്. ദിസ് ഈസ് കോൾഡ് ഫ്രണ്ട് വ്യൂ. ഉം, അപ്പൊ ഇങ്ങനെ ആ ഇമേജ് പ്രൊജക്ട് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്ഷൻ. ഉം, ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് അതിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. അതല്ല, ഒബ്ജക്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ. അതല്ല, if the object is in third quadrant, then that is called a third angle projection. Then if the object is in fourth quadrant, that is called a fourth angle projection. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഈ 4 കേസിലും ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ്. ഫ്രണ്ട് വ്യൂ. ഉം. ഓക്കെ. സോ ഫ്രണ്ട് വ്യൂ വിൽ ബി, ഇതാണ് ഞാനിവിടെ ഡയറക്ഷൻ എഴുതുന്ന കാണാം. ഡയറക്ഷൻ. Yes, കാണാം. ഓക്കെ. അപ്പൊ ഇതാണ് ഒബ്സർവറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഇമേജ് എനിക്ക് VP-യിലാണ് കിട്ടുന്നത്. VP-യിൽ ദാറ്റ് മീൻസ് എബവ് XY ലൈൻ. അപ്പം ഫസ്റ്റ് ആംഗിൾ ഉം, പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബവ് XY ലൈൻ ആയിരിക്കും. ഉം, സിമിലർലി സെക്കൻഡ് ക്വാഡ്രന്റിലും അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബവ് XY ലൈൻ ആയിരിക്കും. അതേ ഉം, അതേസമയം തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ബിലോ XY ലൈൻ ആയിരിക്കും. ബിലോ ഉം, XY. ബിലോ XY. ഓക്കെ. ദെൻ ഉം, ടോപ്പ് വ്യൂ. കമ്മിങ് ടു ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് ടോപ്പ് വ്യൂവിന്റെ ഡയറക്ഷൻ. ഞാനൊരു ഡയറക്ഷൻ ആരോ വരയ്ക്കുന്ന കാണാമല്ലോ അല്ലെ, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ട്. ഉം, ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇമേജ്, ഒബ്ജക്റ്റിന്റെ ഇമേജ് എനിക്ക് കിട്ടുന്നത് HP-യിലായിരിക്കും. HP-യിൽ ഇവിടെ ഇതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ. ഉം, അപ്പം ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ്. അതായത് ഈ ഡിസ്റ്റൻസിനെ ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയും. ഇൻ ഫ്രണ്ട് ഓഫ് ഉം. VP. ഓക്കെ. സോ അപ്പം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ. സോ ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ്
ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയും, ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഫസ്റ്റ് ആംഗിളും ഉം. അതേപോലെ തന്നെ ഫോർത്ത് ആംഗിളും അത് തന്നെ. ഫോർത്ത് ആംഗിളിലും ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഇനി സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിലും തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ബിഹൈൻഡ് വി പി ആയിരിക്കും. ബിഹൈൻഡ് വി ഉം. ബിഹൈൻഡ് വി പി. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഇത്രയും ക്ലിയർ ആയി? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ. ഈ ഫസ്റ്റ് ആംഗിള് തേർഡ് ആംഗിളും ആണ് നമ്മൾ കൂടുതലും ഓക്കെ. ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ എന്ന് അതിനകത്ത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഉം. മനസ്സിലായി. അത് മനസ്സിലായല്ലോ. തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉം. ഒബ്ജക്റ്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഉം. അപ്പൊ ഇതിന്റെ നമ്മൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഓർത്തിരിക്കണം. ഉം. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എവിടെയാണ് ഫ്രണ്ട് വ്യൂ? എവിടെയാണ് ഫ്രണ്ട് വ്യൂ? എബോവ് എക്സ് വൈ ലൈൻ ആണ്. ഉം. മനസ്സിലായില്ലേ? ഫ്രണ്ട് വ്യൂ ഇതാണ് ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ. മനസ്സിലായില്ലേ? ഞാനിപ്പോ ഈ വരയ്ക്കുന്ന യെസ് മാം. ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ. അത് മനസ്സിലായോ? ഫസ്റ്റ് യെസ്. ആംഗിൾ ഫസ്റ്റ് യെസ് മാം. ആംഗിൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈൻ, എബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. ഉം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ, കാരണം ഒബ്ജക്റ്റ് തേർഡ് ക്വാർട്ടറിൽ, അപ്പോൾ അത് ബിലോ എക്സ് വൈ ലൈൻ കാണുന്നുണ്ടോ? ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. എക്സ് വൈ ലൈൻ, ഉം. ഈ ഇന്റർസെക്ഷൻ, ഞാനിപ്പോ ഈ വരയ്ക്കുന്ന കളർ കാണാമോ? ഉം. കാണാമോ ഞാൻ വരയ്ക്കുന്ന ഒരു ലൈൻ? യെസ് യെസ് കാണാം. ഇതാണ് എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. ഈ എക്സ് വൈ ലൈനിന്റെ താഴെയാണ് തേർഡ് ക്വാർട്ടറന്റ്, അല്ലേ? ശരിയല്ലേ? ഉം. അപ്പൊ യെസ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടും, ബി പിയിൽ കിട്ടും. പക്ഷെ അത് ബിലോ എക്സ് വൈ ഉം. ആയിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലായോ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ ആയിരിക്കും. ഓക്കെ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല ഇല്ല. സത്യം പറഞ്ഞ സർ, ഈ തേർഡ് ആംഗിളില് ഫ്രണ്ട് വ്യൂ തന്നെ, ടോപ്പ് വ്യൂ അങ്ങനെ അല്ലേ? എങ്ങനെ? ഇപ്പൊ ഫസ്റ്റ് ആംഗിളിൽ ഓപ്പോസിറ്റ് അല്ലേ സത്യം പറഞ്ഞു? ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ ആവും, ആ ടോപ്പ് വ്യൂ അ- ബാക്ക് അത് അത് തന്നെ അങ്ങനെ. അത് തന്നെ ഫസ്റ്റ് ആ. ആംഗിളിൽ ഫ്രണ്ട് വ്യൂ എവിടെയാണ്? എബോവ് എക്സ് വൈ ലൈനിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് താഴെ വരും. ഫ്രണ്ട് വ്യൂ താഴെയല്ലേ ഉം. വന്നിരിക്കും തേർഡ് ആംഗിൾ? കണ്ടില്ലേ? മനസ്സിലായി. മനസ്സിലായി. നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഞാൻ വേറെ ഒന്ന് രണ്ട് ഇമേജ് കൂടെ കാണിക്കാം, അപ്പൊ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. ഇല്ല, അത് മനസ്സിലായി. ഞാൻ ഇപ്പൊ അയച്ച ലെക്ചറിനകത്ത് കുറച്ചുകൂടി കൺഫ്യൂഷൻ. അല്ലല്ല, അത് ക്ലിയർ ചെയ്യാം. അത് ഈ ബേസിക്സ് ഒന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറച്ചുകൂടി ഈസി ആവും. അതുകൊണ്ടാണ് ആ. ഞാൻ പറഞ്ഞത്. ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ആ ബേസിക്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്. ഇപ്പൊ ഒരു സ്ക്രീനിൽ ഒരു ഇമേജ് കാണാമല്ലോ, അല്ലെ? ക്വാഡ്രന്റ്. ഉം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ് സർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ഷൻ ഫുള്ള് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ഉം. അപ്പൊ നമുക്ക് രണ്ട് പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഈ വി ഡിവൈഡ് അവർ സ്പേസ് ഇൻറ്റു ഫോർ റീജിയൻസ് കോൾഡ് ക്വാഡ്രന്റ്സ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഉം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ സെക്കൻഡ് ഉം. ക്വാഡ്രന്റ്, സെക്കൻഡ് ആംഗിൾ. Third object is in third quadrant, that is called a third angle. And if the object is in fourth quadrant, that is called a fourth angle projection. ഉം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യാ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ഉം. ആണ്. ഇതൊരു സിമ്പിൾ പോയിന്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് വലിയ ഒബ്ജക്റ്റ് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഉം. അപ്പൊ ഞാൻ ഈ ഒരു സിമ്പിൾ പോയിന്റാ പറയാൻ പോകുന്നത്. ഇത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. ഉം. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ ഉം. പ്രൊജക്ഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ ഹിയർ അവർ ഒബ്ജക്ട് ഈസ് എ പോയിന്റ്. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ്. ഉം. അപ്പം ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷനും ടോപ്പ് വ്യൂവിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ ഇമേജ് എനിക്ക് വി പിയിൽ കിട്ടും. ടോപ്പ് വ്യൂവിന്റെ ഇമേജ് ഉം. എനിക്ക് എച്ച് പിയിൽ കിട്ടും. ഓക്കെ. ഉം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിനിനെ മാത്രം. ഉം. അങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. നമുക്ക്
മൂന്നാമത്തെ പിക്ചർ കിട്ടും. 1, 2, 3. ഉം, ഞാനിവിടെ 3 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടല്ലോ. അതായത് ഫ്രണ്ട് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ എലിവേഷൻ. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. ഉം, ആൻഡ് ഇതിനെ 90 ഡിഗ്രി ഞാൻ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഉം, അപ്പം നമ്മുടെ ഫൈനൽ ഫിഗർ, ഫൈനൽ ഡ്രോയിങ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദി ഫൈനൽ പ്രൊജക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദി എക്സ് വൈ ലൈൻ. സോ ഫ്രണ്ട് വ്യൂ വിൽ ബി ഹിയർ. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഈസ് ദി ടോപ്പ് വ്യൂ. ക്ലിയർ ആണോ? yes. ഈ ഇമേജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ ബേസിക് ആണ്. ഉം, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഡൗട്ട് ഇല്ല. ഓക്കെ, ക്ലിയർ. ഉം, ഇനി നെക്സ്റ്റ്, ഇനി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇപ്പം അഗെയിൻ പോയിന്റ് ആണ്. പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. ദിസ് ഈസ് മൈ തേർഡ് ക്വാഡ്രന്റ്. അഗെയിൻ ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ടോപ്പ് വ്യൂവിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിന്റെ ഇമേജ് എനിക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ, ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഉം, ഈസ് ദി ടോപ്പ് വ്യൂ. Then next step is rotate the horizontal plane 90 degree in the clockwise direction. Horizontal plane നെ 90 degree clockwise റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ 90 ഉം, degree clockwise റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ, ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ ആൻഡ് 90 ഡിഗ്രി ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ നേരെ മുകളിൽ വരും, എക്സ് വൈ ലൈൻ്റെ മുകളിൽ. ഓക്കെ, ഉം, സോ ദിസ് ഈസ് ടോപ്പ് വ്യൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ലൈൻ, ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. ഫ്രണ്ട് വ്യൂ okay, okay. ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലും വരും. So basically third angle projection same as top view, front view, right view. എങ്ങനെ? ഈ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ സോ ബേസിക്കലി എവറിത്തിങ് ഇസ് സെയിം. ഫസ്റ്റ് മീൻസ് ടോപ്പ് വ്യൂ ആവും, ഫ്രണ്ട് വ്യൂ ആവും, അതായത് റൈറ്റ് വ്യൂ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫസ്റ്റ് ആംഗിൾ ഫസ്റ്റ് ആംഗിൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ആണ് മുകളിൽ വരുന്നത്. ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ താഴെയാണ്. ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ എബോവ് എക്സ് വൈ ലൈൻ, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് ആംഗിൾ. ഓക്കെ, തേർഡ് ആംഗിൾ ഓക്കെ വരുമ്പോൾ സർ. ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലുമാണ്. കണ്ടില്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടില്ല രണ്ടും? ഓക്കെ, ക്ലിയർ. സർ. അപ്പം ഈ രണ്ട് പ്രൊജക്ഷൻസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് യാ, അപ്പോൾ അതിന്റെ രണ്ട് സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പിളും തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പിളുമാണ്. ഇതൊരു ട്രപ്പീസിയം വരച്ചിട്ട് ഇതാ ഇങ്ങനെ. ഇപ്പം നമ്മൾ ഏത് പ്രൊജക്ഷനാണ് ഫോളോ ചെയ്യുന്നത് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സിമ്പിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, വരയ്ക്കണം. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ താഴെയും ഫ്രണ്ട് വ്യൂ സോറി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ മേളിലും, ടോപ്പ് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പ്രൊജക്ഷൻ ആണോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ സിമ്പിൾ വരയ്ക്കണം. ഇപ്പോൾ ഇഫ് വി ആർ following first angle projection, that means front view will be above xy line and top view will be below xy line. Then you should draw this symbol. Or if you are following third angle projection, you should draw this symbol. Okay. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യട്ടെ സർ ഇതൊന്ന്. Okay. Then next one. സർ അതൊന്ന് നോട്ട് ചെയ്യട്ടെ, ഒന്ന് കാണിക്കാവോ അത്? ഇത് സിമ്പിൾ. അതെ. Okay, clear. ഒരു ട്രപ്പീസിയം ഇങ്ങനെ വരച്ചാൽ മതി. ട്രപ്പീസിയം. ഓക്കെ, ദെൻ രണ്ട് സർക്കിൾസ്. ഇത് അതിന്റെ സൈഡ് വ്യൂ ആണ് ആക്ച്വലി. ഓക്കെ,
ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ്, അതിന്റെ സൈഡ് വ്യൂ ആണത്. ഓക്കെ. Yes, sir. ഓക്കെ, ക്ലിയർ ആണല്ലോ അത് അത്രയും. Yes, sir. അപ്പൊ ഇത്രയുമാണ് അതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി അയച്ചെന്ന പ്രസന്റേഷനിലോട്ട് പോവാം. രണ്ട് സ്ലൈഡ് അല്ലേ അയച്ചു തന്നെ? മൊത്തം മൂന്നെണ്ണം അയച്ചു, അതിൽ രണ്ടെണ്ണം സെയിം ആണല്ലേ? ഒരേ സ്ലൈഡ് തന്നെയാ അല്ലേ? Almost same other. ഓൾമോസ്റ്റ് സെയിം. ഓക്കെ. ഒന്ന് ലെക്ചർ നമ്പർ 4 അല്ലേ? ഒരെണ്ണം. lecture number 4 വരണം. ഓക്കെ. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? Yes, കാണാം. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്നാണ്. മൾട്ടി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ, നമ്മുടെ ഞാനിപ്പോ ഈ പറഞ്ഞ Front view, top view, ഫ്രണ്ട് വ്യൂ, അത് front തന്നെ view, top view, right? അത് തന്നെ മൾട്ടി വ്യൂ അത് തന്നെ. പക്ഷെ ഞാൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വേറൊരു ഇമേജ് ജസ്റ്റ് ഗൂഗിൾ. Right view, right, അതെ അതെ right view ആണ്. അതെ അതെ എന്നെ പഠിപ്പിച്ചതാ കോളേജില്. അതെ അതെ അതെ. ഐ വിൽ വെയിറ്റ്, ഐ വിൽ ചെക്ക്. ഒരു ഗൂഗിളിൽ ഒരു ഇമേജ് ഉണ്ടോ നോക്കട്ടെ, ഏതെങ്കിലും. യാ, ഇത് തന്നെ. ഓക്കെ. സോ ജസ്റ്റ് മനസ്സിലായി. ഓക്കെ. മൾട്ടി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇമേജ് ഓക്കെ കാണാമല്ലോ ഇപ്പോൾ സ്ക്രീനിൽ. ഉം, ഓക്കെ, അതായത് ദിസ് ഈസ് അവർ ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പല വ്യൂസ്, അതായത് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്. അപ്പോൾ ഒബ്സർവർ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് വരുമ്പോൾ ഇത് റൈറ്റ് സൈഡ് വ്യൂ വരും. ഇത് ലെഫ്റ്റിൽ വരുമ്പോൾ ഉം, ലെഫ്റ്റ് സൈഡ് വ്യൂ വരും. പിന്നെ പുറകിലത്തെ വ്യൂവിനെ നമ്മൾ ബാക്ക് വ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ റിയർ വ്യൂ, ബാക്ക് വ്യൂ ഓർ റിയർ വ്യൂ. ദെൻ ഫൈനലി ഏറ്റവും അടിയിലുള്ള വ്യൂവിനെ നമ്മൾ ബോട്ടം വ്യൂ എന്ന് പറയും, ബോട്ടം വ്യൂ. ഉം, അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 1 2 3 4 5 there are 6 വ്യൂസ് അല്ലെ? 6 വ്യൂ ഉണ്ട്. അതായത് നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് വി ആർ യൂസിങ് 6 ഡിഫറെന്റ് വ്യൂസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഉം, ഇതിനെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. So we are using different views to define the object, to define the design ഉം. of the object. That is called a multi-view projection. Okay, sir. Okay, next one. Yes. Okay, പിന്നെ ഫ്ലാറ്റ് സർഫസ് ആൻഡ് എഡ്ജ് പ്രൊജക്ഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺവെൻഷൻസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സ്പേസിനെ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ദിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സ് വൈ, ഉം, and this plane is called a horizontal plane and this plane is called a vertical plane. അപ്പോൾ ഒബ്ജക്റ്റ്, for example, this is the object. If the object is in first quadrant, then that is called a first angle projection. ഉം, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള 2 വ്യൂ, നമുക്ക് മൾട്ടി വ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിലാണ് നമ്മൾ കൂടുതൽ വ്യൂസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഉം, ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് സിംഗിൾ വ്യൂ മതിയായിരിക്കും. അതിനെ സിംഗിൾ വ്യൂ ഡ്രോയിങ് എന്നാണ് പറയുന്നത്, സിംഗിൾ വ്യൂ ഡ്രോയിങ്. ഉം, അതല്ല, ഇപ്പൊ നമുക്ക് 2 വ്യൂ മതിയെങ്കിൽ 2 വ്യൂ ഡ്രോയിങ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ബേസിക്കലി നോർമലി ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിമ്പിൾ ഒബ്ജക്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് 2 വ്യൂവിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് വ്യൂ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി അബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. അപ്പൊ ഉം, രണ്ട് വ്യൂ മതിയാകും. നമുക്കൊരു ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒബ്ജക്റ്റ് ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ വ്യൂ ആവശ്യമായിട്ട് വരുന്നത്. അതല്ല, നമുക്കൊരു സിമ്പിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ we need only two views is enough. Understand? ഉം, അപ്പം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അത് പ്രൈമറിലി യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ, അതായത് ഇന്ത്യയിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഉം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അതേസമയം ഇപ്പം പഠിക്കുന്ന എവിടെ, കാനഡയിലാണ് പഠിക്കുന്നത് അല്ലേ? എവിടെ? കാനഡയിൽ. ആ, ഓക്കെ ഓക്കെ, third angle ആ. കാനഡയിൽ. എവിടെ? ടൊറന്റോ. അതുകൊണ്ട് ആ, കോളേജിന്റെ പേരെന്താ? Ontario Tech University. ഏതാണ്? Ontario Tech University.
ഒണ്ടാരിയോ, റൈറ്റ്, ഒണ്ടാരിയോ ടെക്. ആ, ഓക്കെ, ഒണ്ടാരിയോ ടെക് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഓക്കെ. അപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലായോ, ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിൾ തമ്മിലുള്ള? ഉം. മനസ്സിലായോ, ക്ലിയർ ആയോ പറഞ്ഞേ, ഫസ്റ്റ് ആംഗിളും തേർഡ് യെസ് ആംഗിൾ? യെസ് ഓക്കെ, സോ ക്ലിയർ ആയി. ക്ലിയർ ആയി. അപ്പോൾ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയായിരിക്കും? തേർഡ് ക്വാഡ്രന്റിലാണ്. ഓക്കെ. ഉം. അപ്പം അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും വരുന്നത്? ഫ്രണ്ട് വ്യൂ വിൽ ബി എവിടെയാണ്? ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ ഡിഫറെന്റ്. ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. ഉം. അത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ. അത് യെസ് മനസ്സിലായോ? സർ. ഓക്കെ. ഫോർ ദിസ് കോഴ്സ് വി വിൽ ഫോക്കസ് ഓൺ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഓൺലി. ഉം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള രണ്ട് വ്യൂ എടുക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലും വരുന്നത്. ഓക്കെ. ഉം. ഓക്കെ. Then coming to the next slide, yeah, ഈ സ്ലൈഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ ദിസ് ഈസ് ദി ഒബ്ജക്റ്റ്. ഉം. അപ്പം നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ദാ ഇവിടെ ക്വാഡ്രന്റ് സിസ്റ്റം അവിടെ 1 2 3 4 എന്ന് എഴുതിയിരിക്കുന്ന കാണാമോ ഈ സ്ക്രീനിൽ? 1 2 3 4. യെസ് സർ കാണാം. ആ, ഓക്കെ. ഇതാണ് ക്വാഡ്രന്റ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ്, ഫോർത്ത് ആംഗിൾസ് ഓഫ് ക്വാഡ്രന്റ്സ്. അപ്പൊ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് അകത്ത് ഇരിക്കുന്നതാണ് ഒബ്ജക്റ്റ്. അതിന്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചിട്ടുണ്ട്, ടോപ്പ് വ്യൂ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡ് വ്യൂ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഡിഫറെന്റ് വ്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഉം. ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, ടോപ്പ് വ്യൂ മുകളിൽ വരച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡ് വ്യൂ, 3 വ്യൂ വരച്ചേക്കുന്നത് ഈ ഒബ്ജക്റ്റിന്റെ. ഓക്കെ. ഉം. ദെൻ അതിന്റെ സിമ്പൽ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, സിമ്പൽ, തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പൽ വരയ്ക്കുന്ന കാര്യം. ഒരു ട്രപ്പീസിയം ഇങ്ങനെ ഉം. വരയ്ക്കുക. മനസ്സിലായി. മനസ്സിലായല്ലോ? ഇത് വളരെ ആ. ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് നിങ്ങളുടെ യു ആർ യൂസിങ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ. ഉം. അപ്പൊ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി എക്സ് വൈ ലൈൻ. അപ്പൊ ഇവിടെ എക്സ് വൈ ലൈൻ വരച്ചിട്ടില്ല, അപ്പൊ ഞാനിവിടെ എക്സ് വൈ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ. അപ്പൊ ദിസ് ഈസ് ദി എക്സ് വൈ ലൈൻ. ഉം. Okay, and front view will be below XY line, and top view will be above XY line, and this is the side view. This is the right side view. Okay, ഉം. of this object. അപ്പൊ ഈ സ്ലൈഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഇങ്ങനെ 3 വ്യൂ വന്നേക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല. ഓക്കെ. ദെൻ എവിടെയാണോ ഡൗട്ട് ഉള്ളതെന്ന് പറയണേ, അപ്പൊ ഞാൻ അവിടെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഉം. ഓക്കെ. ആ, ഇനി അടുത്ത ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്ട് ഏത് ക്വാഡ്രന്റിലായിരിക്കുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫസ്റ്റിൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഓക്കെ, സോ ഒബ്ജക്ട് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, മീൻസ് ദിസ് ഇസ് ദി ഒബ്ജക്ട് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെ ആംഗിൾസ് ഓഫ് ക്വാഡ്രന്റ്സ് കാണിച്ചിട്ടുണ്ട് 1 2 3 4. അപ്പം ദിസ് ഈസ് ദി ഒബ്ജക്ട്. ദിസ് ഇസ് ദി ഒബ്ജക്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ഓൺ വി പി, ദിസ് ഇസ് കോൾഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ആൻഡ് ഇവിടെ വി പി ഓർ ഫ്രണ്ടൽ പ്ലെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ വി പി എന്നും പറയും അതിനെ. പിന്നെ നമ്മുടെ ടോപ്പ് വ്യൂ, മേളിൽ നോക്കുമ്പോൾ കാണുന്ന ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ താഴെ വരച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് റൈറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് സൈഡ്. അപ്പൊ ഈ റൈറ്റ് സൈഡ് വ്യൂ വരുന്നത് പ്രൊഫൈൽ പ്ലെയിനിലാണ്. ദിസ് ഇസ് ദ സൈഡ് പ്ലെയിൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഉം. റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിലാണ് വരുന്നത്. നമ്മൾ ഈ പ്ലെയിനിനെ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിലാണ് റൈറ്റ് സൈഡ് വ്യൂ വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞേ? ഉം. മനസ്സിലായോ? മനസ്സിലായി. യെസ് സർ. ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡ്. അതായത് നമ്മളിങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിലാണ് റൈറ്റ് സൈഡ് വ്യൂ വരുന്നത്. അതായത് റൈറ്റ് സൈഡിലല്ല റൈറ്റ് സൈഡ് വ്യൂ വരുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. ഓക്കെ, നേരെ ഓപ്പോസിറ്റിലാണ്. ഓക്കെ. ഉം. ഓക്കെ, ക്ലിയർ. ദെൻ അതിന്റെ സിമ്പൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സിമ്പൽ ഇതുപോലെ ഫ്രസ്റ്റം ഓഫ് എ കോൺ വരച്ചിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂവും അതിന്റെ സൈഡ് വ്യൂവും വരച്ചു വെക്കണം ഇങ്ങനെ. ഓക്കെ. ഉം. ഓക്കെ. ദെൻ യാ, അണ്ടർസ്റ്റാൻഡിങ് പ്രൊജക്ഷൻസ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു. പ്രൊജക്ഷൻ സിമ്പൽ വരയ്ക്കുക. ഇത് ക്ലിയർ ആണല്ലോ? പ്രൊജക്ഷൻ സിമ്പൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് യെസ് ആംഗിൾ. സർ. ക്ലിയർ ആണ്. ഓക്കെ. ക്ലിയർ. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് വരയ്ക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. വരയ്ക്കുന്ന ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ ഉണ്ട്. ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും. ഓക്കെ.
ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ ഉം. ഒരു ട്രപ്പീസിയമാണ്. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് സർക്കിൾ വരും അല്ലേ, ശരിയല്ലേ? ഫ്രസ്റ്റം ഓഫ് എക്കോണമി. യെസ് സർ. അപ്പോൾ അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വന്നിട്ട് ചേഞ്ച് ഓഫ് പ്ലെയിൻസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ചേഞ്ച് ഓഫ് ആംഗിൾസ്, കേർവ്ഡ് സർഫസ്, സർക്കിള്, എലിപ്സ്. ഓക്കെ, ദെൻ ഹോൾസ്, ത്രൂ ഹോള്, ബ്ലൈൻഡ് ഹോള്, കൗണ്ടർ ബോർഡ് ഹോള്, കൗണ്ടർ സങ്ക് ഹോള്, സ്പോട്ട് ഫേസ് ഹോള്, ത്രെഡ് ഹോള്. ഓക്കെ, മെഷീൻഡ് സർഫസ്, പാർഷ്യൽ വ്യൂസ്, എൻലാർജ്ഡ് സർഫസ്, ഡീറ്റെയിൽഡ് വ്യൂ, ഫില്ലറ്റ്, റൗണ്ടഡ് കോർണർ, റൗണ്ടഡ് എക്സ്റ്റീരിയർ കോർണർ, ഫില്ലറ്റ് ആൻഡ് റൗണ്ട്. ഓക്കെ, റൺഔട്ട്സ്, ഓക്കെ, intersection of two cylinder, intersection of cylinder and prism, intersection of cylinder and hole, ANSI standards. Okay, center line, partial view. Okay, revolution, bolt arms, then partial view, scaling view 1/4, completing a missing view in multi-view third angle projection. You should be able to, yeah, okay, Aramin procedure. Okay, a systematic way to draw the missed view in multi-view drawing. Okay, example 1. Okay, ഇത് ഡൗട്ട് ഉണ്ട്. ഇത് രണ്ട് വ്യൂ തന്നിട്ടുണ്ട് അല്ലേ? രണ്ട് വ്യൂ തന്നിട്ട് ഇതിൽ ഉം. അടുത്ത വ്യൂ വരയ്ക്കണം അല്ലേ? അതെ. ഓക്കെ, ഓക്കെ, അതിൽ രണ്ട്. കുറച്ചൊരു മുകളിൽ താഴെ പോയാല് ആഹാ, ആ ആ ഡോട്ട്സ് ഒക്കെ എങ്ങനെയാ മാർക്ക് ചെയ്തെന്ന് അറിയത്തില്ല. ഓക്കെ, 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 പറയാം. അതന്നെ അതന്നെ. ഓക്കെ, മനസ്സിലായി, അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതാണല്ലേ, അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഉം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഒരു CAD-ൽ അത് വരച്ച് കാണിച്ചു തരാം, അപ്പൊ കുറച്ച് ക്ലിയർ ആവും, കേട്ടോ? ഉം. ഓക്കെ, ഞാൻ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഉം. ഓക്കെ, എന്റെ സോഫ്റ്റ്വെയർ കാണാമോ ഇപ്പം? ഞാൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. പക്ഷെ അത് ലോഡിംഗ് ആ കാണിക്കുന്നത്. ലോഡിങ്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? Yes. ഓക്കെ, അപ്പൊ ഞാൻ
ഇതിൽ നമ്മുടെ ഓക്കെ, ഞാനിപ്പം നമ്മുടെ ഡ്രോയിങ് ഒരു ലൈൻ ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ മെഷർമെന്റ്സ് ഒന്നുമില്ല അല്ലേ? ഉം. ഉം. ഇതിന്റെ മെഷർമെന്റ്സ് ഒന്നുമില്ല അല്ലേ? ഇതിന്റെ മെഷർമെന്റ്സ് ഒന്നും ഇല്ല. മെഷർമെന്റ്സ് ഇല്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഒരു 100 വെച്ചെടുക്കാം. ഓക്കെ, ലെങ്ത് 100, ബേസ്, പിന്നെ മേളിലോട്ട് ഇത് ഒരു 50 ഇൻക്ലൈൻഡ് ആയിട്ട്, ഇതൊരു 50 എടുക്കാണ്. ഓക്കെ, ഒരു ആംഗിള് ഒരു എത്രയാണ്? 70 ഡിഗ്രി. ഓക്കെ, ഓക്കെ, ദെൻ പിന്നെ ഒരു 10 mm തിക്നെസ് കൊടുക്കാം. ഓക്കെ, ദെൻ താഴോട്ട് ഒരു പാരലൽ ലൈൻ. ഒരു പാരലൽ ലൈൻ, കൺസ്ട്രെയിൻഡ് പാരലൽ. ഓക്കെ, ദെൻ ഒരു 20 തിക്നെസ് കൊടുക്കാം. ഓക്കെ, ഒരു 30 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു മേളിലോട്ട് ഒരു 10, അതൊരു ചെറിയ ഇൻക്ലിനേഷൻ. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു 10 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു റൈറ്റ് സൈഡിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ ഇവിടെ, അതൊരു 10 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഫൈനലി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, റഫ് ഒരു ഫിഗർ ആണേ. ഓക്കെ, ഉം. എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാം. ഫിനിഷ്. ഓക്കെ, എക്സ്ട്രൂഷൻ, എക്സ്ട്രൂഡ്. ഓക്കെ, ഓക്കെ, ഒരു 50 കൊടുക്കാം. 60. ഓക്കെ, എന്നിട്ട് പിന്നെ ഒരു കട്ടിങ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ചെറിയൊരു കട്ടിങ്, ചെറിയ. ഓക്കെ, ഞാനിപ്പോൾ ഒരു റഫായിട്ടൊരു റഫ് ഡയമെൻഷനിൽ വരയ്ക്കുകയാണ് ഇങ്ങനെ ഒരു. then exit, ഒരു extrude direction 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഞാൻ ഇതിനെ
സേവ് ചെയ്യാണ്. ഫയൽ, സേവ് അസ്, മോഡൽ 1, സേവ്. ഓക്കെ, ഇതിനാണ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഫയൽ ന്യൂ, ഞാൻ സ്റ്റാൻഡേർഡ് ആൻസി DWG ഞാൻ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഏത് പ്രൊജക്ഷൻ ആണ് എന്നുള്ളത് സോഫ്റ്റ്വെയറിലും അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യണം. ഗോ ടു മാനേജ് സ്റ്റൈൽസ് എഡിറ്റർ. എവിടെയാണ് പ്രൊജക്ഷൻ? യാ, ഇവിടെ ഇവിടെ കാണാമോ? വ്യൂ പ്രിഫറൻസ് എന്ന് കാണാമോ? വ്യൂ പ്രിഫറൻസ് കാണാമോ? സർ കാണാം. അപ്പൊ ഇവിടെ 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 കാണുന്നുണ്ട്, നമ്മൾ സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് ആംഗിൾ തേർഡ് ആംഗിൾ എന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് ആംഗിൾ തേർഡ് ആംഗിൾ. ഉം. അപ്പം നമ്മൾ കാനഡയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് തേർഡ് ആംഗിൾ. തേർഡ് ആംഗിൾ ആണ്. ഓക്കെ, ഇപ്പം തേർഡ് ഫസ്റ്റ്. ആംഗിൾ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഫസ്റ്റ് ആംഗിൾ ആ സെലക്ഷൻ അയക്കുന്നത്. ഞാൻ തേർഡ് ആംഗിൾ സെലക്ട് ചെയ്യാണ്. തേർഡ് ആംഗിൾ, സേവ് ആൻഡ് ക്ലോസ്. ഓക്കെ, ദെൻ ഞാൻ ഷീറ്റിന്റെ സൈസ് ഒന്ന് A4 ആക്കുകയാണ്. ഓക്കെ, ഓക്കെ, എന്നിട്ട് എൻ്റെ ടൈറ്റിൽ ബ്ലോക്ക് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടോട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ്സ് ആദ്യം ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് പറയാൻ. ഓക്കെ, പ്ലേസ് വ്യൂ, ക്രിയേറ്റ് ബേസ്, ഡോക്യുമെന്റ് മോഡൽ 1, ഓപ്പൺ. ഓക്കെ, ക്രിയേറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊജക്റ്റഡ് വ്യൂ. അപ്പോൾ ഇങ്ങനെയാണോ കിട്ടിയേക്കുന്നത് നമുക്കിവിടെ? എങ്ങനെയാണോ നോക്കട്ടെ. യെസ് സർ. ആ, വ്യത്യാസം ഉണ്ടല്ലോ. ഫ്രണ്ട് വ്യൂ, കറക്റ്റ് ആണല്ലേ? ഒരു ചെറിയ കറക്റ്റ് അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്ന ഏതൊക്കെ വ്യൂ ആണ്? നമുക്കിവിടെ ആ, തന്നേക്കുന്നത് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ ആണ് അല്ലേ തന്നേക്കുന്നത്? യെസ് സർ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഇമാജിൻ ചെയ്ത് വരയ്ക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടമാണ് അല്ലേ? അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം നമ്മുടെ ഒബ്ജക്റ്റിനെ അല്ലേ? അതെ. ഉം. അപ്പൊ അതായത് കൺവേർഷൻ ഓഫ് ഓർത്തോഗ്രാഫിക് വ്യൂസ് ഇൻറ്റു, അതായത് മൾട്ടി വ്യൂവിനെ കൺവേർട്ട് ചെയ്ത്, അതായത് രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് അടുത്ത വ്യൂവിനെ വരയ്ക്കണം അല്ലേ? യെസ് സർ. ഓക്കെ, ഇപ്പൊ എൻ്റെ സൂം ഇപ്പൊ കട്ടാവുക ബിക്കോസ് ഞാൻ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ അത് കട്ടായി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സിന്റെ ഡിലേ വരുവേ. അത് കഴിയുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യാം, അന്നേരം ഒന്നുകൂടെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പൊ ലെസ് ദാൻ 1 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ കട്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ.